ഹലോ എവ്രി വൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അങ്ങനെ ജൂൺ 20-ാം തീയതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലെ. ജൂൺ ഹാഫ് എല്ലാം കഴിഞ്ഞു. നമുക്കറിയാം സെപ്റ്റംബറിലാണ് നമ്മുടെ +1 എക്സാം, +1 ഫൈനൽ എക്സാം. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു? നമ്മൾ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള കുറെ ക്ലാസ്സസ് ആണ് ഇതിലൂടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരും നല്ല റെസ്പോൺസ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഏതൊക്കെയായിരുന്നു നമ്മൾ അപ്ലോഡ് ചെയ്തത്? ഗ്രാവിറ്റേഷൻ അപ്ലോഡ് ചെയ്തു, പിന്നെ എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ് അപ്ലോഡ് ചെയ്തു, സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി അപ്ലോഡ് ചെയ്തു, പിന്നെ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്തു, അതേപോലെ തന്നെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഈ വീഡിയോസ് ആരെങ്കിലും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കാണുക. പ്ലേലിസ്റ്റിൽ +1 ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ എല്ലാ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 2010 തൊട്ട് 2020 വരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല ഓർക്കുക, ഇത് എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ പറയുന്നില്ല, ഫോക്കസ് ഏരിയയിൽ മാത്രം ചോദിച്ചിട്ടുള്ള, ഫോക്കസ് ഏരിയ ബേസ്ഡ് മാത്രം ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കറക്റ്റ് ആയിട്ട് ഒന്നും വിടാതെ എന്ത് ചെയ്യുക, കാണുക. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് അറിയാം, +1ലും +2ലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മനസ്സിലാവും, ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആ. ഒരെണ്ണം പോലും വെളിയിൽ നിന്ന് പുതുതായിട്ട് ഉണ്ടാക്കുന്നതല്ല, എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആ. സോ ഒരെണ്ണം പോലും വിടാതെ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. നമുക്ക് നമ്മുടെ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതേപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അപ്പൊ തുടങ്ങിയേക്കാം. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാണ്. അതിനു മുമ്പ് നിങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പഴയ വീഡിയോ ഒന്ന് കണ്ടിരിക്കണം. ഏതാ? റൊട്ടേഷണൽ മോഷൻ, അതായത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷന്റെ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ ആദ്യമേ ആ വീഡിയോ ആണോ, അതിനുശേഷം ഇതിലേക്ക് വരും. ഓക്കെ, റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. നമുക്കറിയാം, ഞാൻ പഠിപ്പിച്ചതിൽ ഒന്നാമത്തെ ടേബിളിൽ ഇതിന്റെ ആൻസർ കിടപ്പുണ്ട് അല്ലെ. അന്ന് ഞാൻ പറയുകയും ചെയ്താൽ ഇത് ഇമ്പോർട്ടന്റ് ആണ്. റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്, ഫോഴ്സിന്റെ റൊട്ടേഷണൽ അനലോഗ് എന്ന് പറഞ്ഞാൽ ഏതാണ് ആൻസർ? ടോർക്ക്. എന്ത് പറയും? ടോർക്ക്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന വേറെ പേരെന്നാ? മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയും. ഇത് 2016 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അത് ഓർ ക്വസ്റ്റ്യൻ ആയിട്ടായിരുന്നു. അതായത് എ പാർട്ടും ഉണ്ടായിരുന്നു, ബി പാർട്ടും ഉണ്ടായിരുന്നു. അതിൽ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്, മാസിന്റെ റൊട്ടേഷണൽ അനലോഗ്. അതും നമ്മൾ ആ ടേബിളിൽ ഡിസ്കസ് ചെയ്താണ്. ഏതാണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഏതാണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മറക്കല്ലേ, ഇതെല്ലാം രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഞാനത് നിങ്ങളോട് പറഞ്ഞ, ഇത് മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെ കാര്യം, ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയുകയും ചെയ്തു. അടുത്ത് നോക്കി, ടേണിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ് ഈസ് മാക്സിമം വെൻ ആംഗിൾ ബിറ്റ്വീൻ R and F ഈസ്. അതായത് ടേണിംഗ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അവിടെ ടോർക്ക് കൺസിഡർ ചെയ്താൽ മതി. ടേണിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ്, ഫോഴ്സിന്റെ ടേണിംഗ് എഫക്ട്, അതേതാ? ടോർക്ക് എപ്പോഴാണ് മാക്സിമം ആവുന്നത്? ടോയുടെ ഇക്വേഷൻ ഏതാ? ടോ എന്ന് പറഞ്ഞാൽ R×F ആണ്, അല്ലെങ്കിൽ RF sin θ എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചായിരുന്നു. ഇത് എപ്പോഴാണ് മാക്സിമം ആകുന്നത്? മാക്സിമം എന്ന് പറഞ്ഞാൽ എന്താ? sin θ മാക്സിമം ആവണം. RF sin θയിൽ sin θ മാക്സിമം ആവുന്ന എപ്പോഴാണോ അതാണ് മാക്സിമം ടേണിംഗ് എഫക്ട്. sin θയുടെ മാക്സിമം വാല്യൂ എപ്പോഴാ? sin 90 ആണ് മാക്സിമം വാല്യൂ. കണ്ടോ? RF sin 90 എത്രയാ? 1. അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? RF എന്ന് കിട്ടും. അപ്പൊ ഏത് ആംഗിളിലാണ് മാക്സിമം ആകുന്നത്? ആംഗിൾ ബിറ്റ്വീൻ R and F ഈസ് 90 ഡിഗ്രി. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ കണക്ടിങ് ആംഗുലാർ ആൻഡ് ലീനിയർ മൊമെന്റം. ആംഗുലാർ മൊമെന്റവും ലീനിയർ മൊമെന്റവും കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആംഗുലാർ മൊമെന്റവും ലീനിയർ മൊമെന്റവും നമ്മൾ അതും ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ആ ക്ലാസ്സിൽ. ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് L ആണ്. L എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ? R×P. P എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെന്റം. അപ്പൊ ചോദിച്ചിട്ടുള്ള 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 4 ഓപ്ഷൻസും തന്നിട്ടുണ്ടായിരുന്നു. MCQ ടൈപ്പ് ആയിരുന്നു. അതിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മനസ്സിലായല്ലോ? മറക്കല്ല മക്കളെ, ഇതൊക്കെ ചോദിക്കും, ഇനിയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. കാരണം അങ്ങനത്തെ ഒരു രീതിയാണ് ഈ +1ലും +2ലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ 10 പോലെയല്ല. 10ലെ മാത്സിലെ എക്സാമിന്റെ പ്രത്യേകത എന്നതാ? അങ്ങനെ പ്രീവിയസ് ഇയറോ അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. പക്ഷെ ഇവിടെയൊക്കെ അങ്ങനെയല്ല. ഫിസിക്സും കെമിസ്ട്രിയും, ഏറ്റവും കൂടുതൽ കെമിസ്ട്രിയിൽ പ്രീവിയസ് ഇയർ മാത്രം പഠിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. അതേ അവസ്ഥ തന്നെയാണ് ഫിസിക്സിലും കെമിസ്ട്രിയുടെ അത്രയും വന്നില്ലെങ്കിലും നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും.
നോക്കിയേ, ഇക്വേഷൻ കണക്ടിങ് ആംഗുലാർ ആൻഡ് ലീനിയർ മൊമെന്റം. ആംഗുലാർ മൊമെന്റവും ലീനിയർ മൊമെന്റവും കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. L ഈസ് ഈക്വൽ ടു എന്താണ്? R ക്രോസ് P. ഇതിൽ L എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ മൊമെന്റം ആണ്. P എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ മൊമെന്റം ആണ്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് അതും കിട്ടി. വാട്ട് ഡു യു മീൻ ബൈ റേഡിയസ് ഓഫ് ഗൈറേഷൻ? 2013 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ റേഡിയസ് ഓഫ് ഗൈറേഷൻ? നമുക്ക് ഡെഫിനിഷൻ അറിയത്തില്ലെങ്കിൽ നമുക്ക് നേരെ ഡയറക്റ്റ് ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എഴുതിയാലും ആൻസർ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. I ഈസ് ഈക്വൽ ടു എന്താണ്? mk². കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇതിനകത്ത് നിന്ന് ഈ k എന്ന് പറയുന്ന സാധനം അല്ലേ റേഡിയസ് ഓഫ് ഗൈറേഷൻ. അതായത് k² എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇവിടെ m മൾട്ടിപ്ലൈ ആവും, അത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ ആവും. k² ഈസ് ഈക്വൽ ടു I ബൈ m. ഇതിനകത്ത് നിന്ന് k എന്ന് പറഞ്ഞാൽ എന്ത് വരും? k എന്ന് പറഞ്ഞാൽ സ്ക്വയർ അപ്പുറത്തോട്ട് പോകുമ്പോൾ റൂട്ട് ആവും. I ബൈ m, റൂട്ട് I ബൈ m. ഇതാണ് എന്ത്? ഈ 5 ക്വസ്റ്റ്യൻ 5 മാർക്കാ. ഇതിൽ ഏതെങ്കിലും ഉറപ്പാ, ഒരെണ്ണം ഉറപ്പായിട്ട് ഇനിയും ചോദിച്ചിരിക്കും. ഈ 5 പഠിച്ചു വെച്ചു, 5 ഏതെങ്കിലും ഉറപ്പാ 1 മാർക്ക് കിട്ടിയിരിക്കും. ഇതിനകത്തുനിന്ന് 1 മാർക്കായില്ലേ? ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് മേടിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഒരെണ്ണം പോലും വിടാതെ എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലോട്ട് എഴുതി വെച്ചിരിക്കുക. കാരണം നിങ്ങൾ ഇപ്പൊ പഠിക്കും, കുറച്ചു നാൾ കഴിയുമ്പോൾ മാർക്കും. വീണ്ടും ഒന്ന് നോക്കിയാൽ മതിയല്ലോ. അപ്പൊ എന്ത് ചെയ്യുക? എല്ലാവരും ഒന്ന് നോട്ട്ബുക്കിലോട്ട് എഴുതി വെക്കാം. അതെ, അടുത്ത് നോക്കിയേ, മാർച്ച് 2010 ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം കണ്ടിട്ട് 5 ലൈൻ ഉണ്ട്. അതൊന്നും കണ്ടിട്ടൊന്നും പേടിക്കണ്ട, സംഭവം സിമ്പിളാ. ആൻസർ 1 ലൈനേ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നു. നോക്കി, ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ ഇതിന്റെ അകത്ത് സംഭവം, വേറെ ഒന്നുമില്ല ഇതിന്റെ അകത്ത്. പിന്നെ ഹാമർ ത്രോ ഇവന്റ്. ഹാമർ ത്രോ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതല്ലേ ഒളിമ്പിക്സിന്. ഹാമർ ത്രോ എന്ന് പറയുന്നത് എ സോളിഡ് സ്പിയർ ഓഫ് മാസ് 16 കിലോഗ്രാം. മാസ് എത്രയാന്നിരിക്കുന്നത്? 16 കിലോഗ്രാം. 16 കിലോ is tied to a light 50 centimeter long chain. ഒരു ചെയിൻ ഉണ്ട്. ഹാമർ ത്രോ എറിയുമ്പോൾ ഒരു ചെയിൻ ഉണ്ട്. അതിന്റെ അകത്തോട്ട് എന്ത് ചെയ്തിരിക്കുക? ഒരു സോളിഡ് സ്പിയർ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക. സോളിഡ് സ്പിയർ, ആ സ്പിയർ കെട്ടി വെച്ചിരിക്കുക. എത്ര ദൂരത്തിൽ മാറിയ? കയ്യിൽ നിന്ന് 50 സെന്റിമീറ്റർ മാറിയ. ഇപ്പൊ ഇങ്ങനെ ഒരു സാധനമാണെങ്കിൽ ഇവിടുന്ന് 50 സെന്റിമീറ്റർ മാറിയാണ് എന്തിരിക്കുന്നത്? ആ സ്പിയർ ഇരിക്കുന്നത്. 16 കിലോ ഉള്ള ആ സ്പിയർ ഇരിക്കുന്നത്. ഒരു സ്പോർട്സ് മാൻ വന്നു. ഒരു സ്പോർട്സ് മാൻ gives it a constant momentum of 30 Newton meter for 10 seconds. അയാൾ എന്ത് ചെയ്തു? ഒരു ഫോഴ്സ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു ടോർക്ക് കൊടുത്തു. ടോർക്ക് എത്രയാ? 30 ന്യൂട്ടൺ മീറ്റർ അല്ലെ? 30 ന്യൂട്ടൺ മീറ്റർ കൊടുത്തു ഫോർ 10 സെക്കൻഡ്. ആൻഡ് ദെൻ ത്രോസ്. എന്ത് ചെയ്തു? ത്രോ ചെയ്തു. ഫൈൻഡ് ഔട്ട് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ. മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാനല്ലേ? മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ ഏതാ? ഐയുടെ ഇക്വേഷൻ ഏതാ? mr². വേറെ ഒന്നുമില്ല. എമ്മിന്റെ വാല്യൂ എത്രയാ? 16. ആറിന്റെ വാല്യൂ എത്രയാ? 6 എന്ന് പറഞ്ഞാൽ എന്താ? 6 എന്ന് പറഞ്ഞാൽ റേഡിയസ്, അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യാം. എത്രയാ ഡിസ്റ്റൻസ്? 50 സെന്റിമീറ്റർ. 50 സെന്റിമീറ്ററിന്റെ സ്ക്വയർ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ സെന്റിമീറ്ററിൽ. അപ്പൊ നമ്മൾ ആദ്യം അതിനെ എന്തിലോട്ടാക്കണം? മീറ്ററിലേക്ക് ആക്കണം. മീറ്ററിലാക്കാൻ ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. സ്ക്വയർ അല്ലെ? mr². എമ്മിന്റെ സ്ഥാനത്ത് ഞാൻ 16 ഇട്ടു. 6 എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാ? 50 സെന്റിമീറ്റർ. സെന്റിമീറ്ററിലാണ് വന്നിരിക്കുന്നത്. അതിനെ മീറ്ററിലാക്കാൻ 50/100. ഈ സീറോയും വെട്ടിപ്പോയി. ഇതിനെ സ്ക്വയർ ചെയ്താൽ പോരെ? mr². എന്ത് വരും? 16 × 5/10. വെട്ടി ചെറുതാക്കുമ്പോ 5 ones നേരെ ഇരട്ടിയല്ലേ? അപ്പൊ 1/2. ഇരട്ടിയുടെ സ്ഥാനത്ത് 2 ഇട്ടു. 1/2ന്റെ സ്ക്വയർ. അപ്പൊ എത്ര കിട്ടും? 16 × 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4. 16/4 4 കിട്ടും. ഇതാണ് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. പക്ഷെ യൂണിറ്റ് എഴുതണ്ടേ? mr². യൂണിറ്റ് അറിയാത്തവരുത് ഇപ്പൊ നോക്കിയോ. m എന്ന് പറഞ്ഞാൽ മാസ്, കിലോഗ്രാം. റേഡിയസ് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? മീറ്റർ എന്നാണ് വിളിക്കുന്നത്. അതിന്റെ സ്ക്വയർ. അപ്പം കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഇത്ര ഉള്ളു മക്കളെ. കണ്ടോ? ക്വസ്റ്റിന് നല്ല വലിപ്പമുണ്ട്, പക്ഷെ ആൻസർ അത്ര ഉണ്ടോ? ഇല്ല. അത് ഞാൻ ഇത്ര കൂടെ എഴുതിയോണ്ടാണ് ഇത്ര ആയത്. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടി തന്നിരിക്കുന്നത്? ഇതൊക്കെ വെറുതെ തന്നിരിക്കുന്നത്. ഈ 10 സെക്കൻഡ്സിന് വേണ്ടി എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്നതാ? മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ I = mr². ഇത്ര ഉള്ളൂ. സംഭവം സിമ്പിൾ. ഓക്കെ, ഇനിയും നിങ്ങൾ കുറച്ച് കാര്യങ്ങളോട് അറിയാറുണ്ട്. കുറച്ച് കാര്യങ്ങൾ അറിയാന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഡയറക്റ്റ് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കിടപ്പുണ്ട്. കേട്ടല്ലോ? കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി അത് കിടപ്പുണ്ട്. അതിന്റെ ഡെഫിനിഷൻസും എല്ലാം. അതായത് പാരലൽ ആക്സിസ് തിയറം ഏതാ? നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? പാരലൽ ആക്സിസ് തിയറം. ഇത് ഡയറക്റ്റ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാ. പിന്നെ ഏതാ? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഇത് ഡയറക്റ്റ് ചോദിക്കും. ഇതെല്ലാം ഞാൻ ഓൾറെഡി ഡിസ്കസും ചെയ്ത പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും. അതേപോലെ തന്നെ വേറൊന്നും dl/dt = τ. dl/dt = τ. ഇതും വേണമെങ്കിൽ പ്രീവിയസ് ഇയർ. ഈ 3 എണ്ണം പ്രീവിയസ് ഇയർ. ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആംഗുലാർ മൊമെന്റം ആൻഡ് ടോർക്ക് ഞാൻ നേരത്തെ എഴുതി പഠിപ്പിച്ചതാ. ഇമ്പോർട്ടന്റ് എന്നും പറഞ്ഞതാ. അത് നോക്കിയേക്കണം, അത് പഠിച്ചേക്കണം. കേട്ടല്ലോ മക്കളെ? അപ്പം ഈ ക്വസ്റ്റ്യനും പഠിച്ചു വെക്കുക. കേട്ടല്ലോ? ഇതേപോലത്തുള്ള ചെറിയ പ്രോബ്ലംസ് നമുക്ക് അറിയാവുന്ന ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ആൻസർ കിട്ടുക. അത്രേ ഉള്ളൂ. ഓക്കെ, വലിയ അല്ല, ചെറിയ പ്രോബ്ലംസ് ചോദിക്കും.
നോക്കി മക്കളെ 2010 സെയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. സേ 2010 ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നമുക്ക് ഈ ചാപ്റ്ററിൽ അത്രയും വരാത്താണ്, പക്ഷെ നമ്മുടെ ആ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഇക്വേഷൻസ് കൂടി ഇതിന്റെ അകത്ത് കയറി വരുന്നത്. രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചു കേട്ടോ. എ സർക്കുലർ ഡിസ്ക് ഓഫ് മാസ് 0.15 കിലോഗ്രാം. അപ്പൊ നമ്മുടെ കയ്യിൽ എന്നാ ഉണ്ട്? ഒരു സർക്കുലർ ഡിസ്ക് ഉണ്ട് അല്ലെ, ഡിസ്ക് CD ഒക്കെ കണ്ടിട്ടില്ലേ? ഒരു ഡിസ്ക് ഉണ്ട്, അതിന്റെ മാസ് വന്നിട്ടുണ്ട് എത്രയാണ്? 0.5 കിലോഗ്രാം, 0.15 കിലോഗ്രാം അല്ലെ. ആൻഡ് റേഡിയസ് 0.1 മീറ്റർ. റേഡിയസ് എത്രയാന്നിരിക്കുന്നത്? 0.1 മീറ്റർ അല്ലെ. മേക്സ് 120 റെവല്യൂഷൻസ് ഇൻ 1 മിനിറ്റ്. എത്ര റെവല്യൂഷൻസ്? 120 റെവല്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. എത്ര മിനിറ്റിലാ? ഒരു മിനിറ്റിൽ. ഒരു മിനിറ്റിൽ എത്ര റെവല്യൂഷനാ? 120 റെവല്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. About its own axis. Calculate the angular momentum കണ്ടുപിടിക്കാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ L ആണ് അല്ലെ. എല്ലിന്റെ ഒരു പഠിക്കേണ്ട ഇക്വേഷൻ, അത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, വലുതായിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. L is equal to I omega. കേട്ടല്ലോ, ഞാൻ അത് കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു, പക്ഷെ നിങ്ങൾ ഇപ്പൊ ഓർത്ത് വെച്ചിരിക്കുക L is equal to I omega. ഇത് മറക്കരുത്, L is equal to I omega. ഇതാണ് ആംഗുലാർ മൊമെന്റവും മൊമെന്റ് ഓഫ് ഇനർഷ്യയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധം അല്ലെ. L എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ മൊമെന്റം. I എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ വെലോസിറ്റി. ഒന്ന് നോക്കിയേ, L is equal to, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. I എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇവിടെ ആരുടെ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്? ഡിസ്ക് ആണ്. ഡിസ്കിന്റെ പെർപെൻഡിക്കുലർ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഡിസ്ക് ആണെങ്കിൽ അത് എത്രയാ? mr²/2 ആണ്. ഡിസ്ക് ആണെങ്കിൽ എത്രയാണ്? mr²/2 ഇൻറ്റു ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി. വെലോസിറ്റിയാ മക്കളെ. വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒമേഗ. അതിനൊരു ഇക്വേഷൻ നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നില്ല, പക്ഷേ നിങ്ങൾ വേവ്സിൽ പഠിക്കുന്നുണ്ട്, ഓസിലേഷനിൽ പഠിക്കുന്നുണ്ട്, മോഷൻ ഇൻ എ പ്ലെയിൻ, ഈ 3 ചാപ്റ്ററിലും പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ഒമേഗ. ആംഗുലാർ വെലോസിറ്റിക്ക് 2πf എന്ന് പറയും. ആംഗുലാർ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഏതാ? 2πf. 2 × π × f. f എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. f എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി. ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ ആൻസർ ആവും. അപ്പൊ മനസ്സിലാക്കണം, ഡിസ്ക് ആയതുകൊണ്ടാണ് ഐയുടെ വാല്യൂ എന്തായത്? mr²/2 ആയത്. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി ആണ്. ആംഗുലാർ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ എവിടെ പഠിച്ചു? ബാക്കി 3 ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. 2πf. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? m എന്ന് പറഞ്ഞാൽ മാസ് 0.15, r എന്ന് പറഞ്ഞാൽ റേഡിയസ് നമുക്കറിയാലോ 0.1, അതിന്റെ സ്ക്വയർ 0.1 × 0.1. അടുത്ത് 2π, 2 × π. പൈയുടെ വാല്യൂ എത്രയാ? 22/7. f എന്താ മക്കളെ? f എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി അല്ലെ. നമുക്കറിയാം ഫ്രീക്വൻസി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ എത്ര റെവല്യൂഷൻസ് സംഭവിച്ചു. മനസ്സിലായല്ലോ? റെവല്യൂഷൻസ് ഡിവൈഡഡ് ബൈ ടൈം, അതാണ് ഫ്രീക്വൻസി. നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻ എ മിനിറ്റ്, കേട്ടല്ലോ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ്. നമുക്ക് നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻ എ സെക്കൻഡ് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ 120 റെവല്യൂഷൻസ് ആണ്. എത്ര സെക്കൻഡിലാ? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? 60 സെക്കൻഡ് അല്ലേ. ഒന്ന് നോക്കിയേ, എമ്മിന്റെ സ്ഥാനത്ത് ഞാൻ 0.15 ഇട്ടെടുത്തു. r², റേഡിയസിന്റെ സ്ക്വയർ, അതായത് 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുക. 0.1 × 0.1, 2πf. 2 അതേപോലെ തന്നെ. പൈ എന്ന് പറഞ്ഞാൽ 22/7, കറക്റ്റ് അല്ലേ? f എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന റെവല്യൂഷൻ 120 റെവല്യൂഷൻ ഒരു മിനിറ്റിലാണ്. അപ്പൊ 120/60 ഡിവൈഡഡ് ബൈ എന്തും കൂടെ ഉണ്ട് മക്കളെ? ഒരു 2 കൂടെ കിടപ്പുണ്ട്. ആ 2ഉം ഈ 2ഉം കൂടെ ഞാൻ അങ്ങ് വെട്ടിക്കളഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ. ഇനി നോക്കിയേ, നമുക്ക് എങ്ങനെയൊക്കെയാ ചെറുതാക്കാന്ന്? നമുക്ക് എല്ലാവർക്കും എന്ത് യൂസ് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. എക്സാം ഹാളിൽ എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഏതൊക്കെയാ? 0.15 × 0.1 × 0.1 × 22 മൾട്ടിപ്ലൈങ് ബൈ എത്രയാ? 120. ആ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 3.96 ആണ്. ഡിവൈഡഡ് ബൈ 7 × 60. 7 × 60 അത് ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? 420 എന്നും കിട്ടി. അപ്പൊ നോക്കിയേ, ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3.96 ഡിവൈഡഡ് ബൈ 420. 3.96 ഡിവൈഡഡ് ബൈ 420 എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടും 0.00942 എന്ന് കിട്ടും അല്ലെ. 0.00942. ഓക്കെ, ഒന്നുകൂടെ ചെയ്യണോ? വേണ്ടല്ലോ. ഒന്നുകൂടെ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ആദ്യമേ ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യുക? 0.15 × 0.1 ഇൻറ്റു വീണ്ടും എത്ര തന്നെയാ? 0.1 മൾട്ടിപ്ലൈങ് ബൈ 22 മൾട്ടിപ്ലൈങ് ബൈ 1
20. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3.96 കിട്ടും. 3.96 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 420 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0.00942. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യാം. 3 പോയിന്റ് മാറ്റി കുത്തിടുമ്പോൾ എത്ര വരും? 9.42 എന്ന് വരും. 9.42 ഇൻറ്റു എത്രയാ? 3 പോയിന്റ് മാറ്റിയിട്ടുണ്ട് 10⁻³ എന്ന് കിട്ടും. 9.42 ഇൻറ്റു 10⁻³ ഇനി യൂണിറ്റ് അറിയണം. MR², അല്ലെ? MR², എമ്മിന്റെ യൂണിറ്റ് ആണ് മക്കളെ. എമ്മിന്റെ യൂണിറ്റ് മാസ്, കിലോഗ്രാം. R² എന്ന് പറഞ്ഞാൽ എന്താ? മീറ്റർ. അതിന്റെ സ്ക്വയർ മീറ്റർ സ്ക്വയർ. ഈ 2 കോൺസ്റ്റന്റ് ആണ്, പൈ കോൺസ്റ്റന്റ് ആണ്, എഫ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് ഹെഡ്സ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് കൊടുക്കാം. എന്താ? ടൈമിന്റെ റെസിപ്രോക്കൽ ആണ് ഫ്രീക്വൻസി. അപ്പം സെക്കൻഡ് ഇൻവേഴ്സ്. ഇതിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അല്ലെങ്കിൽ കിലോഗ്രാം എന്തെഴുതാം? മീറ്റർ സ്ക്വയർ സെക്കൻഡ് ഇൻവേഴ്സ്. ഇങ്ങനെയും എഴുതാം കേട്ടോ. ഇങ്ങനെ എഴുതിയാലും ആ രീതിയിൽ എഴുതിയാലും രണ്ടും സെയിം ആൻസർ. ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്നല്ലാതെ വേറെ ചാപ്റ്ററിൽ നിന്ന് വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നോക്കിയ മക്കളെ, 2014 മാർച്ചിൽ ചോദിച്ചിട്ടുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചോ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് 2 റൊട്ടേറ്റിംഗ് ബോഡീസ് ആർ എ ആൻഡ് ബി. 2 rotating bodies A and B are IA and IB. IA അല്ല, ഇത് മൂവ്മെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി, എയുടെ ആണ് IA എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. IB എന്ന് പറഞ്ഞാൽ എന്താ? മൂവ്മെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് അനദർ ബോഡി, ആ ബോഡിയുടെ നെയിം ആണ് B, അതാണ് IB. Their angular momentums are equal, അതായത് കോൺസ്റ്റന്റ് ആണ്. ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ രണ്ട് ബോഡി ഉണ്ടെങ്കിൽ അതിന്റെ രണ്ടിന്റെയും ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. ആംഗുലാർ മൊമെന്റത്തിന് ഏതാ ലെറ്റർ? എ. എൽ എന്നല്ല നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ട് ബോഡി ആയതുകൊണ്ട് LA LB രണ്ടും ഈക്വൽ ആ. ആംഗുലാർ മൊമെന്റം ഈക്വൽ ആ. LA is equal to LB. ഇനി which one has greater kinetic energy? കൈനറ്റിക് എനർജി ആർക്കാണ് ഏറ്റവും കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നമുക്കറിയാലോ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഏതാ? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ്. ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കിയേ, LA is equal to LB, അതായത് ആംഗുലാർ മൊമെന്റം ഈക്വൽ. അപ്പൊ നമുക്ക് എല്ലിനുള്ള ഇക്വേഷൻ അറിയാലോ. എല്ലിനുള്ള ഇക്വേഷൻ ഏതാ? ഐ ഒമേഗ ആണ്. എല്ലിനുള്ള ഇക്വേഷൻ എന്നാ ഐ ഒമേഗ. ഇവിടെ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാലോ, IA ഒമേഗ is equal to IB ഒമേഗ. കാരണം എന്നതാ? നമ്മൾ ഓൾറെഡി പറഞ്ഞു LA is equal to LB. അപ്പൊ IA ഒമേഗ is equal to എന്താണ്? IB ഒമേഗ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആർക്കാ ഏറ്റവും കൂടുതൽ? IA ആണ് വലുത്, അല്ലെ? IA വലുതാണ്, IB എന്താണ്? ചെറുതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മക്കളെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കൈനറ്റിക് എനർജിയും ആംഗുലാർ മൊമെന്റവും കണക്ട് ചെയ്യുന്ന ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. കൈനറ്റിക് എനർജിയും ആംഗുലാർ മൊമെന്റവും കൂടെ കണക്ട് ചെയ്യുന്നത്. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ L² ഡിവൈഡഡ് ബൈ 2I. എന്താ ഇക്വേഷൻ? L² ഡിവൈഡഡ് ബൈ 2I. ഇതാണ് കൈനറ്റിക് എനർജി. ഇത് പഠിച്ചു വെച്ചോണേ. കൈനറ്റിക് എനർജിയും ആംഗുലാർ മൊമെന്റവും തമ്മിലുള്ള ഡയറക്റ്റ് ഇക്വേഷൻ. കൈനറ്റിക് എനർജിയും ആംഗുലാർ മൊമെന്റം. കൈനറ്റിക് എനർജി ഈക്വൽ ടു എന്താണ്? L² ഡിവൈഡഡ് ബൈ 2I. ഇത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള സാധനമാണ്. അവിടെ ശ്രദ്ധിച്ചു കേട്ടോണം. അപ്പൊ നോക്കിയേ, കൈനറ്റിക് എനർജി. അപ്പൊ എനിക്ക് രണ്ടെണ്ണത്തിന്റെ വേണ്ടത്. A ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് B. ഇതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇപ്പൊ L² ബൈ 2A ആണ്. അപ്പൊ എന്താ? L² എയുടെ ആയതുകൊണ്ടാണേ. അപ്പൊ 2IA എന്ന് വരും. ഡിവൈഡഡ് ബൈ, ഇനി ബിയുടെ കാര്യത്തിലാവുമ്പോൾ എന്ത് വരും? LB² ഡിവൈഡഡ് ബൈ 2IB എന്ന് വരും, അല്ലെ? എല്ലിന്റെ സ്ഥാനത്ത് LA എന്നും കൊടുത്തു, ഐയുടെ സ്ഥാനത്ത് IA എന്നും കൊടുത്തു. അതേപോലെ LBയും IBയും കൊടുത്തു. ഇനി ഏതൊക്കെ വെട്ടിപ്പോവും? LA² LB² വെട്ടിപ്പോവും. എന്താ കാരണം? ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളത് രണ്ട് ഈക്വൽ ആണ്. ഈ 2 കൂടെ അങ്ങ് വെട്ടിക്കളയാലോ. ബാക്കി തന്നെ വരും IB ഡിവൈഡഡ് ബൈ IA. നോക്കിയേ, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്ത് വരും? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ IB, അതിന്റെ റേഷ്യോ കൈനറ്റിക് എനർജി ഓഫ് A ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് B എന്ന് പറഞ്ഞാൽ എന്താണ്? IB ഡിവൈഡഡ് ബൈ IA. ഇതിനകത്ത് നോക്കിയേ, ഏതാ ഏറ്റവും വലിയ സംഖ്യ? ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഏതാ? IA അല്ലേ? ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഏതാ? IA. അപ്പൊ നോക്കിയേ, താഴെ ഒരു വലിയ നമ്പറാ. താഴെ ഒരു വലിയ നമ്പറാ. അപ്പൊ ഇതിനകത്ത് നോക്കി നമുക്ക് എന്തെഴുതാം? ഇതിനകത്തുനിന്ന് KB എന്ന് പറഞ്ഞാൽ എന്ത് വരും? കൈനറ്റിക് എനർജി ഓഫ് B എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഓഫ് B എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ. അപ്പൊ എന്ത് വരും? കൈനറ്റിക് എനർജി ഓഫ് A ഇൻറ്റു IA which is equal to കൈനറ്റിക് എനർജി ഓഫ് B ഇൻറ്റു IB എന്ന് കിട്ടും. ഇതിന്റെ അകത്തുനിന്ന് കൈനറ്റിക് എനർജി ഓഫ് ബിയുടെ വാല്യൂ എത്രയായിരിക്കും? നമുക്ക് എഴുതാൻ പറ്റും IA ഇൻറ്റു കൈനറ്റിക് എനർജി ഓഫ് A ഡിവൈഡഡ് ബൈ IB. കണ്ടോ? ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാലോ ഏതാ വലുത്? IA മെഗിളിലല്ലേ? IAയുടെ വാല്യൂ മെഗിളിലാ, വലുതാ. അപ്പൊ ഈ റേഷ്യോ എന്ന് പറയുന്ന ഒരു വലിയ നമ്പർ ആയിരിക്കത്തില്ലേ? വലിയ നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഏതിനായിരിക്കും കൈനറ്റിക് എനർജി കൂടുതൽ? B ഹാസ് മോർ കൈനറ്റിക് എനർജി. B ഹാസ് മോർ കൈനറ്റിക് എനർജി. എന്തുകൊണ്ടാ? ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ.
ഓക്കെ, എന്തുകൊണ്ടാണ് ബിക്ക് കൈനറ്റിക് എനർജി കൂടുതലാണ് ഒന്നുകൂടെ ഞാൻ പറയാൻ പോവാണ്. നമുക്ക് ഓൾറെഡി അറിയാം IA ഗ്രേറ്റർ ദാൻ IB ആണ്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൈനറ്റിക് എനർജി ഓഫ് A ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് B എന്ത് കിട്ടി? IB ഡിവൈഡഡ് ബൈ IA എന്ന് കിട്ടി അല്ലെ. ഇതാണ് വലിയ നമ്പർ അല്ലെ, ഇത് ലാർജറും ഇതെന്താ സ്മോളറും. ഇനി ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? IA ഇൻറ്റു കൈനറ്റിക് എനർജി ഓഫ് A വിച്ച് ഈസ് ഈക്വൽ ടു IB ഇൻറ്റു എന്താണ് കൈനറ്റിക് എനർജി ഓഫ് B എന്ന് കിട്ടും. ഇതിനകത്തുനിന്ന് കൈനറ്റിക് എനർജി ഓഫ് B എന്ന് പറഞ്ഞാൽ എന്ത് വരും? കൈനറ്റിക് എനർജി ഓഫ് B എന്ന് പറഞ്ഞാൽ ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ പോരെ. അപ്പൊ എന്ത് വരും? IA ഇൻറ്റു കൈനറ്റിക് എനർജി ഓഫ് A ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് B. മനസ്സിലായല്ലോ? അപ്പൊ ഇതിനകത്ത് നോക്കി, ഈ IA എന്ന് പറയുന്ന ഒരു വലിയ നമ്പർ അല്ലേ, ലാർജർ നമ്പറിന്റെ ഈ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഏതാ ഓട്ടോമാറ്റിക്കലി വലുത്? KEB. തിരിച്ച് KEA എഴുതിരുന്നെങ്കിലോ IA താഴെ വന്നെങ്കിൽ അതിനെ ഒരു വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും, അപ്പൊ അത് ചെറുതായിരിക്കും. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? കൈനറ്റിക് എനർജി ഓഫ് B ഈസ് ഗ്രേറ്റർ ദാൻ കൈനറ്റിക് എനർജി ഓഫ് A എന്ന് പറയാൻ സാധിക്കും. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ടും പറയാൻ സാധിക്കും. ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ, ഓൾറെഡി IA വലുതാ അല്ലെ, ഇത് ഈക്വൽ ആവാനായിട്ട് IA വലുതുവാ, ഇതെന്താ ചെറുതുവാ. ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആവാനായിട്ട് ഇത് എന്തായിരിക്കണം കേട്ടോ? IA ഇൻറ്റു കൈനറ്റിക് എനർജി ഓഫ് A ഇസ് ഈക്വൽ ടു എന്താണ്? IB ഇൻറ്റു കൈനറ്റിക് എനർജി ഓഫ് B എന്നാണ് കിടക്കുന്നത്. ഇത് രണ്ടും ഈക്വൽ ആവാൻ ഇതെന്താ ലാർജർ ആണെന്ന് ഓൾറെഡി പറയുന്നുണ്ട്, ഇത് സ്മോളർ ആണ്. ഇത് രണ്ടും ഈക്വൽ ആവണ്ടേ? ഇത് ലാർജർ ആവാൻ ഇത് എന്തായിരിക്കണം? സ്മോളർ ആയിരിക്കണം. ഇത് സ്മോളർ ആയതുകൊണ്ട് ഇത് എന്തായിരിക്കണം? ലാർജർ ആയിരിക്കണം. ഇതിനകത്ത് നേതാ വലുത്? കൈനറ്റിക് എനർജി ഓഫ് B ഈസ് ഗ്രേറ്റർ ദാൻ കൈനറ്റിക് എനർജി ഓഫ് A. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക. ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. ഇവിടെ L കോൺസ്റ്റന്റ് ആണ്. L കോൺസ്റ്റന്റ് ആയിട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് വൺ ബോഡി ഈസ് ഗ്രേറ്റർ ദാൻ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് അനദർ ബോഡി, ദെൻ which one has the greater kinetic energy? ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. മക്കളെ ഇപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാ. ഞാൻ സൈഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെ കൊല്ലങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്, ഏതൊക്കെ ഇയേഴ്സിലാണ് ചോദിച്ചിരിക്കുന്നത്. മാർച്ച് 2012, 2013, 2017, 2020, ഇങ്ങനെ എത്ര ക്വസ്റ്റ്യൻസ്. ഇത് മാത്രമല്ല വേറെയും ഇതുപോലെ കുറെ വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ബാല ഡാൻസറിനെ പറ്റി, അതായത് നമ്മൾ സർക്കസിലൊക്കെ കാണാറുണ്ട് ഈ കയറിലൂടെ പോകുന്ന ആൾക്കാർ അല്ലെ, കയറിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കുറെ ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നതാണ്. അവരെന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും, വീഴാതെ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്ത് പോകുന്നതാണ്. അങ്ങനെയുണ്ട്, അല്ലാതെ കുറെ ചെയറിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് താഴെ വീഴാതെ. അവിടെ എല്ലാം കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. അവിടെ എല്ലാം എന്താണ്? ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ്. ആംഗുലാർ മൊമെന്റം എന്താണ്? കോൺസ്റ്റന്റ്. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി നോക്കി. ഫിഗർ ഷോസ് ടു ഡിഫറെന്റ് സ്പിന്നിംഗ് പൊസിഷൻ ഓഫ് എ ബാല ഡാൻസർ, വിച്ച് വൺ ഹാസ് ദ ലെസ് ആംഗുലാർ വെലോസിറ്റി. ഇവിടെ ആംഗുലാർ വെലോസിറ്റി കുറവാർക്കാണ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടല്ലോ. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ. ഇതിനകത്തുനിന്ന് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ഇത് എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ആദ്യം ഞാൻ ഈ പാഠം ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ഇരിക്കുന്ന ആള് കൈ ഇങ്ങനെ നിവർത്തി വെച്ചിരിക്കുക. എന്ത് ചെയ്യുക? കൈ ഇങ്ങനെ നിവർത്തി വെച്ചിരിക്കുക. അത് ഞാൻ പടം വരച്ചതിന്റെ പ്രശ്നമാണ്. കൈ ഇങ്ങനെ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ നിവർത്തി വെച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ആള് കൈ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിരിക്കുക. ഫിഗർ ബിയിൽ കൈ അടുപ്പിച്ച് വെച്ചിരിക്കുന്നു. ഫിഗർ എയിൽ എന്താണ്? അകത്തിയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് വിച്ച് വൺ ഹാസ് ദ ലെസ് ആംഗുലാർ വെലോസിറ്റി. ഇതില് ഏതിനാണ് ആംഗുലാർ വെലോസിറ്റി കുറവ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചിട്ടുള്ളതാണ്, കുറെ വട്ടം ചോദിച്ചിട്ടുള്ള. അതുകൊണ്ട് നിങ്ങൾ ഈ രണ്ട് ഫിഗറിനെ പറ്റി നന്നായിട്ട് പഠിച്ചാണ്. ഈ പടം വെച്ചിട്ട് തന്നെയായിരിക്കും ചോദിക്കുന്നത്, പടവും ശ്രദ്ധിച്ചോണം. അപ്പൊ ഇതിൽ ലെസ് ആംഗുലാർ വെലോസിറ്റി ചോദിച്ചാൽ ഫിഗർ എ, കൈ ഇങ്ങനെ നിവർത്തി വെക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആംഗുലാർ വെലോസിറ്റി കുറവ്. അപ്പൊ ഇവിടെയാണ് എന്ത്? ലെസ് ആംഗുലാർ വെലോസിറ്റി. അതിന്റെ കാരണം പറഞ്ഞുതരാം. ഇവിടെ എന്താണ്? ലെസ് ആംഗുലാർ വെലോസിറ്റി. അതേസമയം റൈറ്റ് സൈഡിൽ ഫിഗർ ബിയിൽ നോക്കുവാണെങ്കിൽ എന്തായിരിക്കും? ഇവിടെ മോർ ആംഗുലാർ വെലോസിറ്റി. ഇവിടെ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്, മോർ ആംഗുലാർ വെലോസിറ്റി. പക്ഷെ നമുക്കറിയാം ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് L is equal to I omega. ഇത് കൂടുമ്പോ ഇതെന്ത് ചെയ്യുക? കുറയുക അല്ലെ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഐയും ഒമേഗയും ഇൻവേഴ്സ്ലി. അപ്പൊ ഒരെണ്ണം കൂടുമ്പോൾ മറ്റേ കുറയുക. അപ്പൊ ഇവിടെ ലെസ് ആംഗുലാർ വെലോസിറ്റി ആണെങ്കിൽ ഇവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്തായിരിക്കും? മൊമെന്റ് ഓഫ് ഇനർഷ്യ മോർ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഈ രണ്ട് ഫിഗറും ഇങ്ങനെ തന്നെ പഠിക്കുക. ലെസ് ആംഗുലാർ വെലോസിറ്റി ആയിട്ട് ഇവിടെ മോർ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഇവിടെ മോർ ആംഗുലാർ വെലോസിറ്റി ആയിട്ട് ഇവിടെ എന്തായിരിക്കും? ലെസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. ലെസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. മനസ്സിലായല്ലോ? ഇത് മറക്കരുത്. ഇവിടെ ഒരിടത്ത് ലെസ് ആംഗുലാർ വെലോസിറ്റി, അപ്പൊ എന്തായിരിക്കും? മൊമെന്റ് ഓഫ് ഇനർഷ്യ മോർ. മറ്റേടത്ത് ആംഗുലാർ, കൈ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പിടിച്ചു വെക്കും. കൈ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുമ്പോൾ എന്തായിരിക്കും? ആംഗുലാർ വെലോസിറ്റി കൂടുതലും, പിന്നെ എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറവായിരിക്കും. അപ്പൊ നമുക്കറിയാം L is equal to എന്താണ്? I omega. L is equal to I omega. ഇനി ചോദിക്കാവുന്ന വേറൊരു ക്വസ്റ്റ്യനാ, ഇവിടെ ഏത് പ്രിൻസിപ്പിൾ ആണ് അപ്ലൈ ചെയ്യുന്നത്? ഏത് പ്രിൻസിപ്പിൾ ആണ്? കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഏതാണ്? കൺസർവേഷൻ ഓഫ്
ആംഗുലാർ മൊമെന്റം. ആ പ്രിൻസിപ്പിൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് പ്രിൻസിപ്പിൾ ആണെന്ന് ചോദിച്ചാൽ ഏതാ? കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. പഠിച്ചു വെച്ചോണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്നാന്ന്. when there is no external torque, ഒരു സിസ്റ്റത്തിലേക്ക് എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ഇല്ലെങ്കിൽ അവിടുത്തെ എന്തായിരിക്കും? ആംഗുലാർ മൊമെന്റം 0 ആണ്. dl/dt is equal to 0. അപ്പൊ പഠിച്ചു വെച്ചേക്കണം. when there is no external force acting on it, the angular momentum remains zero. Angular momentum remains constant. dl/dt എന്താണ്? 0 ആണ്. പഠിച്ചു വെച്ചേക്കണം. അതും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിന്റെ ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ എന്ത് ചെയ്യാം? കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം റൊട്ടേറ്റീവ് അല്ലേ? അപ്പൊ ഏതായിരിക്കും? നമ്മുടെ എർത്ത് സണ്ണിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നു. എർത്ത് റൊട്ടേറ്റ്സ് അറൌണ്ട് ദ സൺ. അതൊരു കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിന് എക്സാമ്പിൾ. അതും എഴുതി തന്നെ പഠിച്ചു വെച്ചോ കേട്ടല്ലോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ കുറെ വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. 1, 2, 3 വട്ടം അല്ല, അതിലും കൂടുതലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. പക്ഷെ അത് രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ അത് രണ്ടുകൂടെ ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Okay, moment of inertia of disk about an axis passing through center and perpendicular to its plane is mr²/2. Determine its moment of inertia about diameter and tangent. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഇൻഫോർമേഷൻ ആണ് ആദ്യത്തെ ഒരു സെന്റൻസിൽ വന്നിരിക്കുന്നത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഡിസ്ക് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ആക്സിസ് അല്ലെ? അതിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്കറിയാം. അത് എത്രയാണ്? mr²/2. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ആക്സിസ് ആണെങ്കിൽ നമ്മൾ ഏത് മൊമെന്റ് ഓഫ് ഇനർഷ്യ എടുക്കുന്നത്? IZ എന്ന് പറയുന്ന സാധനമല്ല എടുക്കുന്നത്. അത് എത്രയാ തന്നിരിക്കുന്നത്? IZ എന്ന് പറയുന്നത് mr²/2 ആണ് തന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇനി എന്നാ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഡിറ്റർമൈൻ ഇറ്റ്സ് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഡയമീറ്റർ ആൻഡ് ടാൻജന്റ്. രണ്ടും കണ്ടുപിടിക്കണം. രണ്ടും എന്ന് പറഞ്ഞാൽ രണ്ട് തിയറവും അപ്ലൈ ചെയ്യണം. ഏതൊക്കെ രണ്ട് തിയറം? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും അപ്ലൈ ചെയ്യണം, പാരലൽ ആക്സിസ് തിയറവും അപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഡയമീറ്റർ കാണാൻ ഏതാ? ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഡയമീറ്റർ കാണാൻ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, ടാൻജന്റ് കാണാനോ പാരലൽ. ഈ സാധനം, ഈ വേർഡ് ആണ് ഇമ്പോർട്ടന്റ്. ഡയമീറ്റർ കണ്ടാൽ പെർപെൻഡിക്കുലർ, ടാൻജന്റ് കണ്ടാൽ പാരലൽ. അപ്പൊ നമുക്ക് ആദ്യമേ എന്ത് കണ്ടുപിടിക്കാം? ഡയമീറ്റർ കാണാലോ. ഡയമീറ്റർ വരുവാണെങ്കിൽ ഏത് തിയറം? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അല്ലെ? ഓർക്കുന്നില്ലേ? ഒരു ഡിസ്ക് ആണെങ്കിൽ, ഇപ്പൊ ഒരു ഡിസ്ക് കൺസിഡർ ചെയ്യുക അല്ലെ? അതിനെന്തുണ്ട്? 3 ആക്സിസ് ഉണ്ട്, എക്സ് വൈ ഇസഡ്. നമ്മൾ ഇതിനെ എന്ത് വിളിച്ചു? നമ്മൾ ഇതിനെ IX എന്ന് വിളിച്ചു. ഇതിനെന്താ? IY എന്ന് വിളിച്ചു. ഇതെന്താ? IZ എന്ന് വിളിച്ചു. അപ്പൊ നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അക്കോർഡിംഗ് ടു പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്താ പറയുന്നത്? IZ ഈസ് ഈക്വൽ ടു IX പ്ലസ് IY അക്കോർഡിംഗ് ടു ഏത് തിയറം? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ചിട്ട് എന്ത് പറയും? IZ ഈസ് ഈക്വൽ ടു IX പ്ലസ് IY അല്ലെ? ഇതിന്റെ അകത്ത് IZ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡയമീറ്റർ. ഡയമീറ്റർ ഏതൊക്കെയാ? IX ഉം IYയുടെയും മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. IX ഉം IYയുടെയും രണ്ടും ഈക്വൽ അല്ലേ? കാരണം ഡിസ്ക് ആണ്, സിമ്മട്രി ആണ്. ഡിസ്ക് ആണെങ്കിൽ സിമ്മട്രി ആണ്. അപ്പൊ രണ്ടും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? IZ ഈസ് ഈക്വൽ ടു രണ്ടും ഈക്വൽ ആയിട്ട് ഞാൻ എന്ത് എഴുതും? IX പ്ലസ് IX എന്ന് എഴുതുമല്ലോ, കാരണം രണ്ടും ഈക്വലാ. അപ്പൊ എന്തെഴുതാം? IZ ഈസ് ഈക്വൽ ടു 2IX അല്ലെ? ഇതിനകത്ത് IX എന്ന് പറഞ്ഞാൽ എന്ത് വരും? IX എന്ന് പറഞ്ഞാൽ IZ ഉണ്ട്, ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്യുക, അത് താഴോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 2 അല്ലെ? അപ്പൊ നോക്കിയേ, IZ നമുക്ക് ഓൾറെഡി അറിയാം. IZ എത്രയാ? mr²/2 ഹോൾ ഡിവൈഡഡ് ബൈ വീണ്ടും 2 അല്ലെ? ഈ 2 ഉം 2 വെട്ടിപ്പോവല്ല മക്കളെ. ഈ 2 എങ്ങോട്ട് കയറും? ഇതിന്റെ അകത്തോട്ട് കയറും. അപ്പൊ എന്ത് കിട്ടും? mr²/2 × 2 എത്രയാ? 4 എന്ന് കിട്ടും. ഇതാണ് ഏത്? IX. അതേപോലെ തന്നെ എന്താ? IY. രണ്ട് ഈക്വൽ അല്ലേ? അപ്പൊ IX ഉം IY ഈക്വൽ ആണ്. അതെത്രയാണ് കിട്ടിയിരിക്കുന്നത്? mr²/4. ഇതെന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഡിസ്ക് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ. എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഡിസ്ക്. ഡിസ്കിന്റെ കാര്യവും റിങ്ങിന്റെ കാര്യവും സ്പിയറിന്റെ കാര്യവും ഈ മൂന്നെണ്ണം മറക്കരുത്. ഡിസ്ക്, റിങ്, സ്പിയർ, ഇത് മൂന്നും മറക്കരുത്. ഇതിനകത്ത് നിന്ന് നമ്മൾ ആദ്യമേ എന്തിന്റെ കണ്ടുപിടിച്ചു? ഡയമീറ്ററിന്റെ കണ്ടുപിടിച്ചു. ഡയമീറ്ററിന്റെ കാണാൻ മനസ്സിലായല്ലോ എന്താ ചെയ്തതെന്ന്? ആദ്യമേ നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസിന്റെ അറിയായിരുന്നു, mr²/2. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഡയമീറ്റർ ആയതുകൊണ്ട് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം യൂസ് ചെയ്തു. IZ ഈസ് ഈക്വൽ ടു IX പ്ലസ് IY രണ്ടും ഈക്വൽ ആക്കി. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? mr²/4. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് ഇതിന്റെ കൂടെ. എന്താ? ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഇറ്റ്സ് ടാൻജന്റ്. ടാൻജന്റും കൂടെ കണ്ടുപിടിക്കാൻ. അതെങ്ങനെയാ? ടാൻജന്റ് വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചാണല്ലോ. ഏത് തിയറ? പാരലൽ ആക്സിസ് തിയറം. അപ്പൊ നോക്കിയേ, ഒരു ഡിസ്ക് കൺസിഡർ ആണെങ്കിൽ എങ്ങനെയായിരുന്നു പാരലൽ ആക്സിസ് തിയറം പറയുന്നത്? സെന്ററിൽ കൂടെ, സെന്റർ ഓഫ് മാസിൽ കൂടെ ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ട്. പിന്നെ എന്താ? അതിന് പാരലായിട്ട് ഇത് കാണാനായിട്ട് അല്ലെ? പിന്നെ നമ്മൾ എന്തായിരുന്നു വിളിച്ചിരുന്ന പേര്? IAB എന്നായിരുന്നു അല്ലെ? IAB ഈസ് ഈക്വൽ ടു ICM പ്ലസ് എന്തായിരുന്നു ഇക്വേഷൻ? mr². ഇതിന്റെ വെയിറ്റ് M ആണെങ്കിൽ എന്തായിരിക്കും? അല്ലെങ്കിൽ ഇതിന്റെ മാസ് M ആണെങ്കിൽ എന്തായിരുന്നു ഇക്വേഷൻ? IAB ഈസ് ഈക്വൽ ടു എന്തായിരുന്നു?
ICM plus MR square. നോക്കിയാൽ മക്കളെ ഈ ICM എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ അല്ലേ, ഡയമീറ്റർ കൂടെ പോകുന്ന സാധനമല്ലേ ഈ സെന്റർ ഓഫ് മാസ്, അതല്ലേ നമ്മൾ കുറച്ചു മുമ്പേ കണ്ടുപിടിച്ചത്. എത്ര കിട്ടിയായിരുന്നു? ICM എന്ന് പറഞ്ഞ ഡയമീറ്റർ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡയമീറ്റർ കുറച്ചു മുമ്പേ ചെയ്തത്. അത് എത്രയായിരുന്നു? MR square by 4. അത് നമുക്ക് കിട്ടി ഇവിടെ. ഈ ICM സ്ഥാനത്ത് ഞാൻ എന്തിട്ട് കൊടുക്കും? MR square by 4 പ്ലസ് എന്തും കൂടെ ഉണ്ട്, MR square കൂടെ ഉണ്ട്. എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. MR square പ്ലസ് എന്ത് കിട്ടും? 4 into MR square. 4 into MR square എത്രയാ? 4MR square divided by 4. 4 MR squareും ഒരു MR square കൂടെ കൂട്ടിയാൽ 5MR square by 4. ഇതാണ് എന്ത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഡിസ്ക് എബൌട്ട് എന്താ? ടാൻജന്റ്. മനസ്സിലായല്ലോ? അപ്പൊ ടാൻജന്റിന്റെ വരുമ്പോൾ 5MR square by 4ഉം ഡയമീറ്റർ വരുമ്പോൾ എത്രയാണ്? MR square by 4. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് നന്നായിട്ട് വേണേ കാണാൻ പഠിച്ചു വെച്ചോ, മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? ഇത് അങ്ങോട്ട് ഉറപ്പിച്ചു വെച്ചോ. ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ മക്കളെ. അതുകൊണ്ട് എന്ത് ചെയ്യുക? അങ്ങോട്ട് മനസ്സിൽ എടുത്ത് വെച്ചോ. നമുക്ക് ചുമ്മാ കിട്ടുന്ന മാർക്കല്ലേ, മേടിച്ചു കൂട്ടിയേക്കാം അല്ലേ? നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ. A body rolls over a horizontal smooth surface without slipping an energy E. Show that the total energy is E into 1 plus K square by R square. ഇത് ഒരു വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇനി ചോദിക്കാന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും നമ്മളൊന്ന് നേരത്തെ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് ഒന്ന് ഡിസ്കസ് ചെയ്തേക്കാം. ഒരു ബോഡി റോൾ ചെയ്യുക, ഹൊറിസോണ്ടൽ സർഫസ് ആണ് ബോഡി. എന്ത് ചെയ്യുക? റോൾ ചെയ്യുക. റോൾ ചെയ്യുമ്പോൾ എന്താ? മൂവ് ചെയ്യുന്നതുകൊണ്ട് അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ട്. പിന്നെ റോൾ ചെയ്യല്ലേ, അപ്പൊ റൊട്ടേറ്റ് ചെയ്യല്ലേ. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനെന്തുണ്ട്? ഒരു റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പം മൂവ് ചെയ്യുമ്പോൾ എന്തൊക്കെയാ എനർജിയാ ഉള്ളത് അവിടെ? ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ, ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്ത് വരും? സാധാ കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷണൽ പ്ലസ് എന്താ? കൈനറ്റിക് എനർജി റൊട്ടേഷണൽ. അപ്പൊ എന്ത് വരും? കൈനറ്റിക് എനർജി റൊട്ടേഷണൽ. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷൻ എന്ന ഇക്വേഷൻ ഹാഫ് mv സ്ക്വയർ ആണല്ലോ. കൈനറ്റിക് എനർജി റൊട്ടേഷണൽ എത്രയാ? നമുക്കറിയാം ഹാഫ് I ഒമേഗ സ്ക്വയർ എന്നാണല്ലോ. ഹാഫ് I ഒമേഗ സ്ക്വയർ. ഇനി ഹാഫ് mv സ്ക്വയർ. ഇവിടെ ശ്രദ്ധിച്ചേ, ഹാഫ് ഐക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ K എന്നൊക്കെ തന്നിട്ടുണ്ട്. ഈ K എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി അല്ല, റേഡിയസ് ഓഫ് ഗൈറേഷൻ K ആണ്. അപ്പൊ ഈ I എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. I എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ? MK സ്ക്വയർ. ഇവിടെ K തന്നിട്ടുള്ളതുകൊണ്ടാട്ടോ ഞാൻ MK സ്ക്വയറിന് എടുത്തത്, അല്ലെങ്കിൽ ഞാൻ MR സ്ക്വയറിന് എടുത്തേനെ. അപ്പൊ ഇവിടെ K ആണ്. ഇപ്പൊ എന്ത് വന്നേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഐക്ക് വരെ എന്ത് കൊടുക്കും? MK സ്ക്വയർ എന്ന് കൊടുത്തു. ഐക്ക് വരെ ഞാൻ എന്ത് കൊടുത്തു? MK സ്ക്വയർ. ഇനി ഒമേഗ നമ്മൾ വെലോസിറ്റി ആയിട്ട് എങ്ങനെയാ കണക്ട് ചെയ്യുന്നിരിക്കുന്നത്? നമുക്കറിയാം ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? V is equal to ഒമേഗ ഇൻറ്റു R ആണ് അല്ലെ. V is equal to എന്താണ്? ഒമേഗ ഇൻറ്റു R. ഇതിന്റെ അകത്തുനിന്ന് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്ത് വരും? V/R ആവത്തില്ലേ? R ഇപ്പുറത്തോട്ട് വരും. V/R ഒമേഗ സ്ക്വയർ എന്ത് വരും? V സ്ക്വയർ ബൈ R സ്ക്വയർ അല്ലെ. അപ്പൊ എന്ത് ചെയ്തു? ഒമേഗയ്ക്ക് വരെ നമ്മൾ എന്ത് കൊടുത്തു? V/R എന്ന് കൊടുത്തു. അതിന്റെ സ്ക്വയർ ആയതുകൊണ്ട് എന്താ? V സ്ക്വയർ ബൈ R സ്ക്വയർ. ഇനി രണ്ടിടത്തും കോമൺ എന്നാ ഉണ്ട്? രണ്ടിടത്തും കോമൺ ആയിട്ട് ഹാഫ് mv സ്ക്വയർ ഇല്ലേ? ഇവിടെയും ഹാഫ് mv സ്ക്വയർ ഉണ്ട്, ഇവിടെയും ഹാഫ് mv സ്ക്വയർ ഉണ്ട്. അപ്പൊ അത് കോമൺ എടുക്കുമ്പോ എത്രയായി? 1 സെയിം നമ്പറാ. ഹാഫ് mv സ്ക്വയർ ഇൻറ്റു 1 ഹാഫ് mv സ്ക്വയർ. ഓൾറെഡി ഹാഫ് എടുത്തു, m എടുത്തു, V സ്ക്വയർ എടുത്തു. ബാക്കി ഉണ്ട് ഒരു K സ്ക്വയറും ഒരു R സ്ക്വയറും. ഡിവൈഡഡ് ബൈ പ്ലസ് K സ്ക്വയർ ബൈ R സ്ക്വയർ. മനസ്സിലായല്ലോ? ഹാഫ് mv സ്ക്വയർ ഇവിടെ എടുത്തു, ഹാഫ് mv സ്ക്വയർ ഇൻറ്റു 1 ഹാഫ് mv സ്ക്വയർ. ഇനി ഹാഫ് mv സ്ക്വയർ ഇൻറ്റു K സ്ക്വയർ ബൈ R സ്ക്വയർ അല്ലെ. ഹാഫ് എമ്മും R സ്ക്വയർ എടുത്തു, ബാക്കി എന്നാ ഉണ്ട്? V സ്ക്വയർ എടുത്തു, ബാക്കി എന്നാ ഉണ്ട്? K സ്ക്വയർ ബൈ R സ്ക്വയർ. ഈ ഹാഫ് mv സ്ക്വയർ എന്ന് പറഞ്ഞാൽ എനർജി അല്ലേ? ആ എനർജി അല്ലേ നമുക്ക് ഇവിടെ E എന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന് എന്ത് കൊടുക്കാം? E ഇൻറ്റു ബാക്കി എന്നതാ 1 പ്ലസ് K സ്ക്വയർ ബൈ R സ്ക്വയർ. സംഭവം ആയല്ലോ. ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ ഇത് ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. വേണമെങ്കിൽ പണ്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇതിന്റെ ഡിസ്കിന്റെ ടോട്ടൽ എനർജി എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഡിസ്കിന്റെ ടോട്ടൽ എനർജി. ഇപ്പൊ ഡിസ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഐയുടെ വാല്യൂ എത്രയാ? ഐ എന്ന് പറഞ്ഞാൽ MR സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ MR സ്ക്വയർ ബൈ 2 ആണ് നമ്മുടെ എന്ത്? ഡിസ്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലെ. ഇതിനകത്ത് നമുക്ക് MK സ്ക്വയർ എന്ന് എഴുതാലോ അല്ലെ. I is equal to MK സ്ക്വയർ ആണ് ഒറിജിനൽ ഇക്വേഷൻ. I is equal to MK സ്ക്വയർ. ഡിസ്കിന്റെ കാര്യം ആകുമ്പോൾ അത് എന്താവും? ഡിസ്കിന്റെ കാര്യം ആകുമ്പോൾ MR സ്ക്വയർ ബൈ 2. ഈ എമ്മും കൂടെ വെട്ടിക്കളയല്ലോ. ഇതിനകത്ത് നിന്ന് K സ്ക്വയർ ബൈ R സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? കാരണം ഇവിടെ K സ്ക്വയർ ബൈ R സ്ക്വയർ ഉണ്ടല്ലോ. ഇവിടെ K സ്ക്വയർ ഉണ്ട്, ഇവിടെ മുകളിലുള്ള R സ്ക്വയർ ഇപ്പുറത്തോട്ട് വരുമ്പോൾ താഴെയാവും. MR സ്ക്വയർ ഓൾറെഡി താഴെ ഒരു 2 ഉണ്ട്, മേളിൽ 1. കണ്ടോ? 1 into R സ്ക്വയർ നേരെ R സ്ക്വയർ ബൈ 2 എന്ന് വരും. അതിനകത്ത് ഞാൻ R സ്ക്വയറിനാണ് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നത്. അപ്പൊ K സ്ക്വയർ ഡിവൈഡ് ബൈ R സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1 by 2. അപ്പൊ നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഡിസ്ക് ആകുമ്പോൾ ടോട്ടൽ എനർജി എത്രയാ? ഡിസ്കിന്റെ കാര്യത്തിൽ E ഇൻറ്റു 1 പ്ലസ് K സ്ക്വയർ ബൈ R സ്ക്വയർ. K സ്ക്വയർ ബൈ R സ്ക്വയർ എത്രയാ? 1 by 2. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും? E ഇൻറ്റു 2 പ്ലസ് 1 എന്ന് വരത്തില്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into 2 2 പ്ലസ് 1 എത്രയാ? 3 ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഡിസ്കിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്.
മക്കളെ നമ്മൾ ഇതിനകത്തു നിന്നുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രീവിയസ് ഇയറും ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ജനറൽ ആയിട്ട് ഡയറക്റ്റ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ? ഡയറക്റ്റ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ പാരലൽ ആക്സിസ് തിയറം കേട്ടോ. പാരലൽ എന്നുള്ള വേർഡ് കണ്ടാലും അടുത്താണ് അവിടെ പാരലൽ ആക്സിസ് തിയറം. പിന്നെ ചോദിക്കാവുന്ന ഏതാ? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അതേപോലെ dl/dt = τ. ഈ പ്രൂഫ് ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. dl/dt = τ. ആ പ്രൂഫ് ചോദിക്കാറുണ്ട്. പിന്നെ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം അതിന്റെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെച്ചിരിക്കുക. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിക്കുക. പിന്നെ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈനറ്റിക് എനർജി, റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷന്റെ പ്രൂഫ്, ഇല്ലേ, ½I⍵². ഇതെല്ലാം ഒന്ന് പഠിച്ചു വെച്ചേക്കണം. പിന്നെ റേഡിയസ് ഓഫ് ഗൈറേഷൻ k എന്നാന്ന് ഓർക്കുക കേട്ടോ. റേഡിയസ് ഓഫ് ഗൈറേഷൻ റൂട്ട് എന്തായിരുന്നു ഇക്വേഷൻ? I/m എന്ന് നമുക്ക് കിട്ടിയില്ലായിരുന്നോ? ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓർക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ല ബാല ഡാൻസറിന്റെ ക്വസ്റ്റ്യൻ. ഇതൊക്കെയാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. പിന്നെ ആ റൊട്ടേഷണൽ അനലോഗ് ഇതൊക്കെ തന്നെയാണ് കൂടുതലും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പൊ ഈ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കുക. ഒരെണ്ണം പോലും വിടാതെ എന്ത് ചെയ്യുക? ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ഈ ചാപ്റ്റർ ടഫാന്നായിരുന്നു നമ്മൾ വിചാരിച്ചു. പക്ഷെ നമ്മൾ ഇപ്പൊ എന്താക്കിയിട്ടുണ്ട്? ഈസി ആക്കിയിട്ടുണ്ട് കേട്ടല്ലോ. അതുകൊണ്ട് ഒന്നും വിടാതെ എല്ലാം ആദ്യത്തെ വീഡിയോ ആദ്യം കാണുക. പിന്നെ അതിനുശേഷമാണ് ഈ രണ്ടാമത്തെ വീഡിയോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് സെക്ഷനിൽ ഇടുക. അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്കും ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് കാണുക. അതേപോലെ താല്പര്യമുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാൻ സമയം കിട്ടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? അതിനനുസരിച്ച് ഞാൻ റിപ്ലൈ തന്നിരിക്കും. എല്ലാവർക്കും റിപ്ലൈ തരുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എന്ത് ചെയ്യുക? പക്ഷെ ഇച്ചിരി ലേറ്റ് ആവുന്നേ ഉള്ളൂ. എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടാൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക മക്കളെ. ഇനി 2 മാസം കൂടെ ഉള്ളൂ. 2 മാസം നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് നല്ല മാർക്കാണ് +1 കിട്ടാൻ പോകുന്നു അല്ലെ. ഇത്ര അവസരം വേറെ കിട്ടത്തില്ല. ചിലപ്പോൾ +2 ചിലപ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയ ഒന്നും കാണത്തില്ല +2. അതുകൊണ്ട് എന്ത് ചെയ്യുക? +1 കിട്ടിയ അവസരം മുതലാക്കുക. ഫോക്കസ് ഏരിയ ആണ്, അത് മാക്സിമം മുതലാക്കി എന്ത് ചെയ്യുക? നന്നായിട്ട് അങ്ങോട്ട് പഠിക്കുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.